മറ്റൊരു വാർത്ത വരുന്നു. കോഴിക്കോട് കലക്ടറേറ്റ് ജപ്തി ചെയ്യാൻ കോടതി. മാറാട് കിൻഫ്ര മറൈൻ പാർക്കിനായി ഭൂമി ഏറ്റെടുത്തത് നഷ്ടപരിഹാരം നൽകാത്തതിനാൽ കലക്ടറേറ്റ് ഉൾപ്പെടുന്ന ഭൂമിയുടെ കൈമാറ്റം പ്രിൻസിപ്പൽ സബ് കോടതി തടഞ്ഞു. ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് കോടതി ഉത്തരവുണ്ടായിട്ടും നഷ്ടപരിഹാര തുകയായ 64 കോടി രൂപ നൽകാൻ സർക്കാർ തയ്യാറാകാതിരുന്നതോടെയാണ് കോടതി ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത്. ഹർജിക്കാരുടെ അഭിഭാഷകൻ KM റോയിയുടെ പ്രതികരണം ആദ്യം കാണാം. അപ്പം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഗവൺമെൻറ് മുന്നിൽ മറ്റു പോംവഴികളൊന്നും തന്നെ ഇല്ല. കക്ഷികൾക്ക് പണം കൊടുക്കുക എന്നുള്ള പോംവഴി മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ കാലമായിട്ടും കക്ഷികൾക്ക് ഗവൺമെൻറ് പണം നൽകുന്നില്ല. ഈ കേസിൽ ഉൾപ്പെട്ട 4ഓളം ആളുകൾ ഇതിനകം മരണപ്പെട്ടു പോയി. അവർക്കൊന്നും തന്നെ അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. വളരെ കാലത്തിന് ശേഷം ഇനിയും പണം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് കോടതി അറ്റാച്ച്മെൻറ്റ് ഓർഡർ ആക്കിയത്. അതായത് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ മൊത്തമായി അറ്റാച്ച് ചെയ്ത് ലേലത്തിൽ വിൽക്കാനാണ് കോടതിയുടെ ഉത്തരവുള്ളത്. അതിൻ്റെ ആദ്യ നടപടി എന്ന നിലയ്ക്ക് സിവിൽ സ്റ്റേഷൻ മുഴുവനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കേസിൻ്റെ അടുത്ത പോസ്റ്റിങ്ങിൽ അത് വിൽക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതി മുന്നോട്ട് പോകും. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, വീടൊക്കെ ജപ്തി ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കലക്ടറേറ്റ് തന്നെ ജപ്തി ചെയ്യാൻ പോവുകയാണോ? എന്താണ് ഇതിൽ ഇനി നടപടികൾ ഉണ്ടാവുക? വിനീത, പൊതു ആവശ്യത്തിന് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മതിയായ വില നൽകിയില്ലെങ്കിൽ അതിൽ കോടതി സാധാരണ ജപ്തിയിലേക്ക് പോകാറുണ്ട്. അത് ഏതെങ്കിലും സർക്കാർ ഓഫീസിലെ വസ്തുക്കളോ അല്ലെങ്കിൽ വാഹനങ്ങളോ ആയിരിക്കും സാധാരണ ജപ്തി ചെയ്യുക. പക്ഷേ ഇവിടെ സംഭവിച്ചത് വലിയ തുകയാണ്, 64 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജില്ലയുടെ ആസ്ഥാനമായ കളക്ടറേറ്റ് തന്നെ ജപ്തി ചെയ്യാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. 9 ഏക്കർ 56 സെന്റ് സ്ഥലം, അതായത് കോഴിക്കോട് കളക്ടറേറ്റ് ഉൾപ്പെടുന്ന ആ കോമ്പൗണ്ട് മുഴുവൻ കോടതി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതായത് 2009 ബേപ്പൂർ മണ്ഡലത്തിലെ മാറാട് കിൻഫ്രയുടെ മറൈൻ പാർക്കിന് വേണ്ടി 22 ഏക്കർ സർക്കാർ ഏറ്റെടുക്കുന്നത്. എളമ്പരം കരീം വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ ഭൂമി ഏറ്റെടുക്കുന്നത്. പക്ഷേ അന്ന് സെന്റിന് 30,000 രൂപയാണ് നഷ്ടപരിഹാരം നൽകിയത്. അതിനെതിരെ ഈ സ്ഥല ഉടമകൾ കോടതി പോയി. കോടതി 1.5 ലക്ഷമാക്കി ഉയർത്തി. അതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയും ഹൈക്കോടതി അപ്പീൽ തള്ളി. പിന്നീട് ഡിവിഷൻ ബെഞ്ചിൽ റിവ്യൂ പെറ്റീഷൻ നൽകിയില്ല. ആ റിവ്യൂ പെറ്റീഷനും ഹൈക്കോടതി തള്ളി. എന്നിട്ട് പോലും സർക്കാർ ഈ പണം നൽകാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനെ ആ ഭൂമിയുടെ നഷ്ടപരിഹാര തുകയും അതിൻ്റെ പലിശ സഹിതം ഇന്ന് 64 കോടി രൂപയായി കൂടിയിരിക്കുന്നു. അങ്ങനെയാണ് പ്രിൻസിപ്പൽ സബ് കോടതി ജില്ലയുടെ ആസ്ഥാനം തന്നെയായ കളക്ടറേറ്റ് ഉൾപ്പെടുന്ന വസ്തു ജപ്തി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. തുടർ നടപടികൾ അടുത്ത മാസം 18-ാം തീയതി കോടതി തീരുമാനിക്കുകയും ചെയ്യും. വിനീത.